ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചക്കക്കുരു വടയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആ ചക്കക്കുരുവിൻ്റെ ലെവലിൽ ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരുവിൻ്റെ ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഗ്യാസിലേക്ക് വെച്ചിട്ട് ഒരു 2 വിസിൽ കഴിഞ്ഞിട്ട് വിസിലടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഇറക്കി വെച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞ് ആറിയതിന് ശേഷം നമുക്കതിൻ്റെ ആ പുറന്തോട് വെള്ള ഭാഗം നമുക്ക് പൊളിച്ച് കളയാം. അതിൻ്റെ ബ്രൗൺ ഭാഗം നമ്മൾ കളയരുത്. ആ ബ്രൗൺ സ്കിൻ നമുക്ക് ശരീരത്തിന് ഒത്തിരി പോഷക ഗുണമുള്ള ഒരു ഭാഗമാണ്, അത് കളയരുത്. ആ വെള്ള സ്കിന്ന് അപ്പം നമുക്ക് ഇതുപോലെ അപ്പോൾ ഓൾറെഡി നമ്മൾ ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പുറമേയുള്ള സ്കിന്ന് പെട്ടെന്ന് അങ്ങ് പൊളിച്ച് മാറ്റാം. ഇച്ചിരി നഖം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റാം. എനിക്ക് ഇച്ചിരി നഖക്കുറവ് കൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. നമുക്ക് കത്തിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വലിച്ചൂരി അങ്ങ് കളയാം. നമ്മളുടെ വീട്ടിൽ എല്ലാ വീടുകളിലും തന്നെ പ്ലാവില്ലാത്ത മിക്ക വീടുകളിലുണ്ടല്ലേ. പ്ലാവില്ലാത്ത വീടുകൾ വളരെ കുറവാണ്. അപ്പോൾ ചക്കയുണ്ട്. ചക്ക നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ചക്കക്കുരു ഉണ്ടാകും. അത് നമ്മൾ വെറുതെ കളയാതെ നമുക്ക് ഇങ്ങനെയൊക്കെ പല വിഭവങ്ങൾ ഉണ്ടാക്കി നമുക്ക് കഴിക്കുവാൻ സാധിക്കും. ഈ ചക്കക്കുരുവിൻ്റെ ആ ബ്രൗൺ സ്കിന്ന് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഒത്തിരി വൈറ്റമിൻസൊക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചക്കക്കുരു നമ്മൾ വെറുതെ കളയരുത്. ചക്കക്കുരു കൊണ്ട് കറി വയ്ക്കാം, അതുപോലെ ഇതുപോലെ വടയുണ്ടാക്കാം, ലഡു ഉണ്ട ടൈപ്പൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ ഞാനിതെല്ലാം ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അതിൻ്റെ ആ വൈറ്റ് സ്കിന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാം. പെട്ടെന്ന് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തെടുത്തില്ലേ. ഒത്തിരി ചക്കക്കുരു വൃത്തിയാക്കുന്ന പാടുകൊണ്ടാണ് നമ്മളത് എടുക്കാത്തത്. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് സവോള ചെറുതായിട്ടരിഞ്ഞ് നമുക്കിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ടരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കണം. നമ്മൾ വടയുണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂട്ടാൻ നല്ലതാണ് കടലമാവ്. അപ്പോൾ കടലമാവ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഇട്ടു. കടലമാവ് എത്രയോ കൂടിയാലും അത് വളരെ നല്ലതാണ്, അതുപോലെ ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ ടേസ്റ്റും കൂട്ടും നമുക്ക്. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. നല്ല ഒരു മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മൾക്കതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. ഒരു കളറൊക്കെ കിട്ടുമല്ലോ. ഒരു 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു.
ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാത്രം ഇച്ചിരി ചെറുതായി പോയത് ഞാൻ വലിയ പാത്രത്തിലേക്ക് മാറ്റി. ഇനി കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് കുഴച്ച് യോജിപ്പിച്ച് എടുക്കാം. നമ്മൾക്കത് വട പോലെ ഉണ്ടാക്കി ഒരു ഷേപ്പിലെടുക്കണമല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇച്ചിരി നനവ് വേണം നന്നായിട്ട്, എന്നാലേ നമുക്ക് ആ ഷേപ്പിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അത് നല്ല ഷേപ്പിലെടുക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തു. അതും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പയിലേക്ക് വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഇതുപോലെ ഈ രീതിയിൽ കുറേശ്ശെ ഇട്ട് ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് വറുത്ത് കോരാം. അല്ല എങ്കിൽ നമുക്ക് വട പോലെ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ നമുക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് എടുക്കാം. അപ്പം നമ്മളുടെ ആദ്യം ഇട്ടതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് കോരിയെടുക്കുകയാണ്. വളരെ ടേസ്റ്റാണ് കേട്ടോ, വളരെ ടേസ്റ്റാണ്. നമ്മൾ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയതാണെന്നേ പറയത്തില്ല. അത്രയ്ക്ക് നമ്മൾ ആ കടലമാവൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരും. ഇനി നമുക്കത് ഇതുപോലെ നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ നമുക്കുണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. നമ്മുടെ ചക്കക്കുരു കൊണ്ട് ഇങ്ങനെ നമുക്ക് പല വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. അതോടൊപ്പം തന്നെ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കതുപോലെ തന്നെ വറുത്ത് കോരാം. പിന്നെ പല വിധത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ ചക്കക്കുരു കൊണ്ട്. പല വിഭവങ്ങളും നമുക്കുണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി കഴിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ ചക്ക ഉള്ളപ്പോഴതിൻ്റെ ചക്കക്കുരു നമ്മൾ വെറുതെ കളയരുത്. ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കണം.
നമ്മളുടെ ചക്കക്കുരു വടയും അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ടിട്ട ആ ചക്കക്കുരുവിൻ്റെ ആ സ്നാക്സും റെഡി ആയിട്ടുണ്ട്. ഒത്തിരി എണ്ണയൊന്നും കുടിക്കത്തില്ല. നമുക്ക് ഒരു വശം വെന്ത് കഴിയുമ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് വേവിച്ച് നന്നായിട്ട് മുരിച്ച് നമുക്ക് എടുക്കാം. ഇങ്ങനെ വറുത്തെടുത്ത് നമുക്ക് ഒരു ടിന്നിലിട്ട് അടച്ച് വയ്ക്കുകയാണെങ്കിൽ അത് തണുക്കാതെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് പറ്റും. കണ്ടോ, ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഉണ്ടോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ചക്കക്കുരു വടയും സ്നാക്സും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്